Hi students, welcome to LM Thing. Today we are doing the exercise questions of page 172. 172ാമത്തെ പേജിലെ exercise questions ആണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ question. In the picture, the sides of the large triangle are the tangent to the circumcircle of small triangle through its vertices. Calculate the angles of larger triangle. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം. എന്താ ചോദ്യത്തില് ഇവിടെ പി എന്നും ഇവിടെ ക്യൂ എന്നും ആർ എന്നും പേര് കൊടുക്കാം. ചെറിയ ട്രയാങ്കിൾ നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി. ഇതാണ് ടാൻജൻസ്. സി ടാൻജന്റ് പോയിന്റ് ഓഫ് ടാൻജൻസി ബി. ഇവിടെ എ, ഇവിടെ സി. പി ക്യു, ക്യു ആർ ആൻഡ് പി ആർ ആർ ദ ടാൻജൻസ്. എന്താ ചോദ്യം പറയുന്നത്? സൈഡ്സ് ഓഫ് ലാർജർ ട്രയാങ്കിൾ ആർ ദ ലാർജർ ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം ടാൻജന്റ് ലൈൻസ് ആണ് അല്ലേ? ദീസ് ആർ ടാൻജൻസ് ടു ദ സർക്കം സർക്കിൾ. ഇത് സർക്കം സർക്കിൾ, സ്മോളർ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ ആണ് ഇത്. നമുക്ക് ത്രൂ ഇറ്റ്സ് വേർട്ടിസസ് ഉണ്ട്. വേർട്ടിസസിൽ കൂടി പോകുന്ന സർക്കം സർക്കിൾ ആണ് ഇത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷർ ആണ്. അപ്പൊ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ചെറിയ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. എ ബി സിയില് ബി 80, സി 60. ഇനി ഇത് നമുക്ക് എ കണ്ടുപിടിച്ചൂടെ? ഇൻ ട്രയാങ്കിൾ ABC, sum of three angles 180. അപ്പം നമുക്ക് ആംഗിൾ A ഈക്വൽസ് 180 മൈനസ് 80 പ്ലസ് 60 എത്ര കിട്ടും? 180 മൈനസ് 140 ഈക്വൽസ് 40 എന്ന് കിട്ടും. ആംഗിൾ A നമുക്ക് 40 എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ള ആംഗിൾസ്, വലിയ ട്രയാങ്കിളിന് ആംഗിൾസ് നമുക്ക് എങ്ങനെ കിട്ടാം? ഇവിടെ നോക്കിക്കേ, നമ്മള് എന്താണ് പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? ഇന്നർ സർക്കിൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് കോഡ്. എ ബി, ബി സി, എ സി എല്ലാം കോഡാണ്. ടാൻജൻസ് ഏതൊക്കെയാണ്? പി ക്യു, പി ആർ, ക്യു ആർ, ഇതെല്ലാം ടാൻജൻസ് ആണ്. അപ്പൊ ഈ കോഡും ഇതല്ലേ കോഡ്, ഈ കോഡും ടാൻജൻസിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾസ് ആണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, ഇപ്പുറത്തും ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ടല്ലേ? എന്താണ് പറയുന്നത്? ദ ആംഗിൾ വിച്ച് എ കോഡ് മേക്സ് വിത്ത് ദ ടാൻജൻസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഓൺ എനി സൈഡ്, ഇവിടെ എനി സൈഡ് ആർ ഈക്വൽ ടു ദ ആംഗിൾ വിച്ച് ഇറ്റ് മേക്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ഓൺ ദ അതർ സൈഡ്. അതർ സൈഡ് പാർട്ടിലെ ആംഗിളിന് ഈക്വൽ ആണ്. ഇവിടെ ഉണ്ടെന്ന അപ്പുറം ഇപ്പുറവും, ഇവിടെയുണ്ട് അപ്പുറം ഇപ്പുറം ഉണ്ട് അല്ലേ? സിയുടെ അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് 80യും 60യും തന്നിട്ടുണ്ട് അല്ലേ? ഈ 80 ഡിഗ്രി മെഷർ ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. 80 ഇവിടെയാ വരുന്നത്. നോക്കിക്കേ, അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ബുക്ക് വെച്ച് ഇങ്ങനെ നോക്കുക. 80 ഇവിടെയാണ് അല്ലേ? അപ്പം മറു സൈഡില് കണ്ടേ ഈ കോഡിന്റെ അടുത്ത് ഇവിടെ ഉണ്ടാകുന്ന എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. ഈ ട്രയാങ്കിളിനകത്തുള്ള 80 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പം ആംഗിൾ ഇതിന് പറയുന്ന ആംഗിൾ ആണ് CAR. ആംഗിൾ CAR ഈക്വൽസ് എത്ര? 80 ഡിഗ്രി. എങ്ങനെ 80 ഡിഗ്രി വന്നതാ? ആംഗിൾ ABC ഈക്വൽസ് 80 ഡിഗ്രി. സോ അക്കോർഡിംഗ് ദ പ്രോപ്പർട്ടി, എന്താണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി? എന്താണ്? ആംഗിൾ വിത്ത് എ കോഡ് മേക്സ് വിത്ത് ദ ടാൻജൻസ് അറ്റ് എനി സൈഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്, എൻഡിൽ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾ ഏത് സൈഡിലായാലും ആർ ഈക്വൽ ടു ദ ആംഗിൾ വിച്ച് മേക്സ് ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ. അതായത് സർക്കിളിന്റെ മറ്റു ഭാഗം തൊട്ട് ഈ കോഡ് ഏത് സർക്കിളിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നോക്കി, എ തൊട്ട് ബി വരെ. പിന്നെ ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ അല്ലേ? അപ്പൊ ആ ഭാഗത്തുള്ള മറ്റു ഭാഗങ്ങളിലുള്ള ഓൺ ദ
പാർട്ട് ഓഫ് ദ സർക്കിൾ ഓൺ ദ അതർ സൈഡ്. അപ്പോൾ 80 ആണെങ്കിൽ ഇവിടെ 80. ഇവിടെ നോക്കിക്കേ, ആറും എ ആറും ആർ സിയും ദേ ആർ ഈക്വൽ ടാൻജന്റ്, ടാൻജന്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ആർ. അപ്പോൾ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 80. അപ്പം 80 80 160, ഇവിടെ എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ 60 ഉണ്ട്. ഈ 60 ഡിഗ്രി ആംഗിൾ എവിടെ ഈക്വൽ ആയിരിക്കും? ഈ 60 ഡിഗ്രി ആംഗിൾ, ഈ കോഡ് ഇവിടെ നമ്മൾ ബുക്ക് വെച്ചൊക്കെ സ്കെയിൽ എന്തെങ്കിലും മതി. ഈ 60 ഡിഗ്രി ആംഗിൾ ഓൺ ദ അതർ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ ആയിരിക്കും ഈക്വൽ. പി ബിയും പി എയും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? പിന്നെ ഇത് എത്രയായിരിക്കും? സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180. അപ്പോൾ 60 60 കഴിഞ്ഞാൽ ഇവിടെ 60 ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടി കിട്ടാനുണ്ടല്ലേ? എന്താണ് കിട്ടാനുള്ളത്? ഇവിടെ കിട്ടിയോ? പി കിട്ടി, ആറ് കിട്ടി. ഇവിടെ ക്യൂ കിട്ടിയോ? ക്യൂ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് ക്യൂ കിട്ടുക? ഈ ആംഗിള് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ എത്രയായിരിക്കും? ഈ 40ക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? ഈക്വൽ ടു 40. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 40 40 180 അല്ല, നോട്ട് 180 80. 80 കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 100. അപ്പോൾ നമുക്കിപ്പം എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ ആയില്ലേ? ഫിഗറിൽ പ്രധാനപ്പെട്ട ഫിഗർ മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. ഇപ്പം ഫിഗറിലെല്ലാം മാർക്കിങ്സ് എല്ലാം ആയി. ഇനി നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ആംഗിൾ സി എ ആർ ഈക്വൽസ് 80. ദിസ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ആർ. ഓക്കെ, സി എ ആർ ഈക്വൽ ടു എ സി ആർ. ഈ രണ്ട് ആംഗിളും ഈക്വൽ. പിന്നെ ആംഗിൾ ക്യു ബി സി എത്രയാണ്? 80 ആണ് അല്ലേ? ഈക്വൽ ടു ആംഗിൾ ക്യു ബി സി ഈക്വൽസ് 80 അല്ല 40 ആണ്. ക്യു ബി സി ഈക്വൽ 40, ക്യു ബി സി 40. അപ്പൊ ഇതും 40. എന്താണ്? ബി സി ക്യു 40 ആണ്. പിന്നെ അടുത്തത് ഏതാണ്? ആംഗിൾ ക്യൂ ആണ് അല്ലേ? അപ്പൊ ക്യൂ നമുക്ക് 100 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ ആർ ദ ടാൻജൻസ് ഓഫ് ദ സർക്കിൾ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ത്രൂ ഇറ്റ്സ് വെർട്ടിസസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് സ്മോളർ ട്രയാങ്കിൾ. നേരത്തെ ചെയ്തതിന്റെ നേരെ തിരിച്ച്, നേരത്തെ ചെറിയ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ വന്നിട്ട് വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പം വലിയ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് വന്നിട്ട് ചെറിയ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയുന്നു. നമുക്ക് പേര് കൊടുക്കാം. എ ബി സി. പിന്നെ പി ക്യു ആർ. നേരത്തെ തിരിച്ചായിരുന്നു പേര്. പി ക്യു ആർ എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ 60 ഇവിടെ 40 ആകുമ്പോൾ ഈ ആംഗിൾ കിട്ടുമല്ലോ അല്ലേ? ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈക്വൽസ് 180 മൈനസ് 60 പ്ലസ് 40. അപ്പോൾ 180 മൈനസ് 100 എത്ര കിട്ടും? 18 കിട്ടും അല്ലേ? ഇവിടെ 18 കിട്ടും. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അകത്ത ആംഗിളിൽ എത്താൻ പറ്റും. ഇവിടെ ഈ രണ്ടും എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സി പി ബി ഇസ് ഈക്വൽ ടു പി ആർ. അപ്പം 180 മൈനസ് 40/2 since they are equal.
അപ്പോൾ എത്ര 140/2 equals 70. Therefore, angle BPR equals angle BRP equals 70 degree. ഇവിടെ 70 എന്നും കിട്ടും, ഇവിടെ 70 എന്നും കിട്ടും അല്ലേ. ഇനി ഇവിടെ ഓക്കെ 60 ആണ്. ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ എത്ര? ഇത് രണ്ട് ഈക്വൽ ആണ്. ഇവിടെ എത്ര ആയിരിക്കും? 60, ഇവിടെ 60 ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടെ സി നമ്മൾ കണ്ടുപിടിച്ച് 80, സി 80 എന്ന് കിട്ടി. ബാക്കി 100 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. എത്ര കിട്ടും? 50, 50. ഇനി നമുക്ക് അകത്തുള്ള ആംഗിൾ ഏതാണ് ചെയ്യേണ്ടത് നോക്കട്ടെ. ഇവിടെ 70 ആയിരിക്കുമ്പം ഇതുണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ്, ആംഗിൾ വിച്ച് എ കോഡ്, ഇതുണ്ട് ആംഗിൾ വിച്ച് എ കോഡ് മേക്സ് വിത്ത് tangents at its ends on any side are equal the angle which makes it on the part of the circle on the other side. Part of the circle, ഈ സർക്കിളിന്റെ പാർട്ടിൽ തന്നെ ആയിരിക്കും, അതർ സൈഡ് ആയിരിക്കും, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഇവിടെ എത്ര ആയിരിക്കും? 70 ആയിരിക്കും അല്ലേ. ഒരു ആംഗിൾ കിട്ടി. ഇവിടെ എത്ര ആയിരിക്കും? ഇത് 180 സ്ട്രൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ അങ്ങനെയും കണ്ടുപിടിക്കാം. എത്ര? ഇവിടെ 50 ആയിരിക്കും. ഇവിടെ 50 ആയതുകൊണ്ട് ഇവിടെ 50. പിന്നെ ഇവിടെ എത്രയാണെന്ന് അറിയാമല്ലോ. എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾസ് എഴുതാം. എന്താണ്? AP equals AQ. Therefore, equals 180 minus 60/2 equals 120/2 equals 60 degree. അടുത്തത് ഇവിടെ QC equals CR equals 180 minus 100 100/2 equals 80 by not 100. Angle C is equal to 80. 180 minus 80 ആണ്. 180 minus 80/2 100/2 50 degree. അപ്പോൾ നമുക്ക് ആംഗിൾസ് എല്ലാം കിട്ടി. Therefore, the angles of smaller triangle. ഇത്തരം ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷന് വരുന്നതുമാണ്. 50, 60 ആൻഡ് 70 എല്ലാം ഡിഗ്രി മെഷറാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. എളുപ്പമില്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Let me wind up. We will continue the remaining questions in the next class. Okay, bye.